ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിൽ അങ്ങനെ നമ്മുടെ വേദേനെ ഇങ്ങനെ വിക്രം വാരിപ്പുണർന്ന് നിൽക്കുകയാണല്ലോ. ഇത് കണ്ട് നമ്മുടെ നന്ദിനിയടുത്തേക്ക് ദേഷ്യം വന്ന് നന്ദിനിയടുത്ത് പോയി. അപ്പം നമ്മുടെ വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞ് എൻ്റെ റൂമിൽ കയറി നോക്കാൻ, എന്താ നീ എൻ്റെ റൂമിൽ വന്ന് പരിശോധന നടത്തണേന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ റൂമിലേക്ക് ആരും കയറണത് എനിക്ക് ഇഷ്ടമല്ല, നീ എന്തിനാ കയറി ഇറങ്ങി പൊടിയെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വിക്രം വേദേനെ ചീത്ത പറയാം കേട്ടോ. അപ്പോൾ വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെയായി മാറിപ്പോയത്, ഇത്രയും ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായി, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായി, എന്നിട്ട് എന്താ നിങ്ങളിങ്ങനെ ഒരു റൗഡിയായി മാറിയത്, എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേദ വിക്രത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ. വിക്രത്തിനാണെങ്കിൽ ഒന്നിനും ഉത്തരം ഇല്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വേദ ഇങ്ങനെ പതുക്കെ ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്, വിക്രം അവിടെ കട്ടിലുമേ ഇരുന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുകയാണ് കേട്ടോ. വിക്രത്തിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. വേദയ്ക്കപ്പോൾ നമ്മളറിയാത്ത എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ചിന്ത വേദയ്ക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേഗത കുക്കൊക്കെ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വച്ചിരിക്കുക. അപ്പം അച്ഛൻ ചോറിനാൻ വരുന്നു, അമ്മ ചോറൊക്കെ വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചേട്ടനൊക്കെ വന്നിരുന്ന് കഴിക്കുക. അപ്പോൾ നമ്മുടെ നന്ദിനി അടുത്തേക്കാണെങ്കിൽ വേദന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നന്ദിനി അടുത്ത് വേദയാണ് അച്ഛൻ്റെ പുതിയ മരുമകളുണ്ടാക്കിയ കറി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനെ കളിയാക്കിക്കൊണ്ട് നന്ദിനി അടുത്ത് പറയുമ്പോൾ നമ്മുടെ മാഷ എഴുന്നേറ്റിട്ട് ആ കറി ചോറും എല്ലാം കൂടി തള്ളി നിലത്തേക്ക് ഇടുകയാണ് കേട്ടോ. അത് കാണുന്ന വഴിക്ക് വേദയ്ക്ക് ഭയങ്കര വിഷമാവും, അതേപോലെ അമ്മയ്ക്കും ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കല്ലേ.